പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISL 19 സീസണിലെ ടെലികാസ്റ്റ് സ്പോർട്സ് 18-3 ഉണ്ടായിരുന്നത്. ജിയോ സിനിമയിലും അതുപോലെ തന്നെ മലയാളം കമന്ററിയിൽ ഏഷ്യാനെറ്റ് പ്ലസിലും ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇനി മുതൽ ISL മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് 3 ലൈവായിട്ട് കാണാമെന്ന് ISL ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്പോർട്സ് 18-3 മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അഡ്രിയൻ ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കളിക്കാരൻ എന്ന നിലയിൽ റിട്ടയർ ചെയ്താലും ഞാൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തന്നെ തുടരും. മിക്കവാറും ഞാനൊരു പരിശീലകനായി മാറുമെന്നാണ് കരുതുന്നത്. താൻ വളരെ സന്തുഷ്ടനാണ് എന്നും ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ പറഞ്ഞിരുന്നു. ക്ലബിനെയും ആരാധകരെയും വളരെ ഇഷ്ടപ്പെടുന്ന തനിക്ക് ഇനിയും ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തുടരാനാണ് ആഗ്രഹമെന്നാണ് താരം പറഞ്ഞത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ 10 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 5 മത്സരങ്ങളിലും പരാജയപ്പെടുകയും 11 പോയിന്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറാൻ ഇനി ചാൻസ് വളരെ കുറഞ്ഞു തുടങ്ങിയോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്. പക്ഷേ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ പ്ലേ ഓഫ് സാധ്യതകളെയൊന്നും അത് ബാധിച്ചിട്ടില്ല. ടേബിളിലെ ആദ്യ 6 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുക. നിലവിൽ 6ാം സ്ഥാനത്തുള്ള FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വെറും 4 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. 24 മത്സരങ്ങളോളമുള്ള ലീഗിലെ വെറും 10 മത്സരങ്ങൾ മാത്രമാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മത്സരങ്ങളിൽ വിജയിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവാൻ സാധിക്കും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസൺ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ആശങ്ക നൽകുന്ന കാര്യം. വളരെ മോശം പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയ വഴിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മികച്ച മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീം കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് അല്പം വീക്ക് തന്നെയാണ്. 10ാം സ്ഥാനത്തിൽ നിന്നും ഇനി മുന്നിലേക്ക് വരണമെങ്കിൽ വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുക തന്നെ ചെയ്യണം. അടുത്ത ബംഗളൂരു FCക്കെതിരെയുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.